ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു പൊട്ടറ്റോ പൊറോട്ടയുടെ റെസിപ്പി കാണാം കേട്ടോ. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ തൊലി കളയാതെയാണ് പൊട്ടറ്റോ കുക്കറിലേക്ക് ഇടുന്നത്. ഇത് കഴുകി കട്ട് ചെയ്ത് തൊലിയോടുകൂടി കുക്കറിലേക്കിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനൊരു ബോളിലേക്ക് ഒരു വലിയ കപ്പളവിലുള്ള മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് നമുക്ക് എടുക്കാം. ഇനി അതിലേക്കൊരു അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി ഈ പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞൊരു ബോളിലേക്കിട്ട് ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയാണ് ചോപ്പ് ചെയ്തത്. ആ ഇഞ്ചി ചേർക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകവും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സവാള ഒന്ന് വഴറ്റാൻ വേണ്ടി ഒരല്പം ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വലിയ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് മല്ലിയില വേണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ഫ്ലേവറാണ് മല്ലിയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിലുള്ള നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഫില്ലിംഗ് എല്ലാം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച നമ്മുടെ മൈദയുടെ കൂട്ടുണ്ടല്ലോ, അതെടുത്ത് നമുക്കിതുപോലെ ബോളുകളാക്കി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി നമുക്കെടുക്കാം. ഇതേപോലെ പരത്തി എടുത്തതിന് ശേഷം ഇതേ വലുതാക്കി പരത്തിയെടുക്കാം. അതായത് തീരെ കട്ടി, അതായത് ഘനമില്ലാതെയും പരത്തരുത്, എന്നാൽ ഒത്തിരി കട്ടിയും വേണ്ട. ആ രീതിയിൽ വേണം നമ്മളത് പരത്തിയെടുക്കാനായിട്ട്. ഇതേപോലെ റൗണ്ടായിട്ട് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫില്ലിങ് നമുക്കിതുപോലെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 2 സൈഡ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറഭാഗത്ത് നമുക്കിതുപോലെ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 2 സൈഡും നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ മടക്കി കൊടുത്ത് കൈ കൊണ്ട് സ്ക്വയർ ഷേപ്പാക്കി എടുക്കുക. ഇതേപോലെ കൈ കൊണ്ട് സ്ക്വയർ ഷേപ്പാക്കി കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് എടുക്കുക. ഒരിക്കലും നമ്മുടെ ഈ ഫില്ലിങ് വെളിയിൽ വരരുത് കേട്ടോ. അത് അങ്ങനെ കണ്ടമാനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിങ് എല്ലാം വെളിയിൽ വരും. ഞാൻ ഇത് ഒരു 6 പീസ് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് മൈദയുടെ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ നമ്മളതെല്ലാം നെയ്യ് പാനിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതുപോലെ നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ 6 പീസ് ഞാൻ മൊരിച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഗോൾഡൻ കളറാവണം. ഗോൾഡൻ കളറായി ഇതേപോലെ ഒരു കളർ വന്നതിന് ശേഷം വേണം നമ്മളിത് മാറ്റി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഡിന്നറിന് പറ്റിയതുമാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണാം.